നിർമ്മാണത്തിൽ വിവാദം തുടരുന്നു. നിലവിൽ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിക്കാനാവില്ലെന്ന് കണ്ണൂർ എംഎൽഎ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. എന്നാൽ സമാന്തര സംവിധാനങ്ങൾ ഒരുക്കാതെ ഗതാഗത പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്നും അതിനായി ഇടപെടൽ ആരംഭിച്ചുവെന്നും എംഎൽഎ പറഞ്ഞു. കൃത്യമായ ആസൂത്രണം ഇല്ലാത്തത് വർഷങ്ങളായി മേലെ ചൊവ്വയെ ഗതാഗത കുരുക്കിന്റെ കേന്ദ്രമാക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ എല്ലാ കാലത്തും ഗതാഗതക്കുരുക്കിൽ ജനം വലയുന്ന ജംഗ്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേലെ ചൊവ്വ. കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ ദേശീയപാതയിലേക്ക് കണ്ണൂർ മട്ടന്നൂർ സംസ്ഥാന പാത ചേരുന്ന ഇടം 2022 മേലെ ചൊവ്വയിൽ അടിപ്പാത നിർമ്മിക്കാൻ LDF സർക്കാർ ആലോചിച്ചത്. ജലസംഭരണിയിൽ നിന്നുള്ള പ്രധാന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരുമെന്ന സാങ്കേതിക പ്രശ്നത്താൽ അത് പിന്നീട് മേൽപ്പാലമായി. 2023 ഒക്ടോബറിൽ 424.60 മീറ്റർ നീളത്തിലും 24 മീറ്റർ വീതിയിലും മേൽപ്പാലത്തിന് കിഫ്ബി സാമ്പത്തിക അനുമതി നൽകി. വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 100ഓളം കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി. നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ തൂണുകളുടെ പൈലിംഗ് പ്രവൃത്തി, സർവീസ് റോഡ്, ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പ്രവൃത്തി പുരോഗമിക്കവേ ഭരണം മാറി. മേൽപ്പാലം ആവശ്യമോ എന്ന ചർച്ച സജീവമായി. പണി തുടങ്ങിയ സ്ഥിതിക്ക് മേൽപ്പാലം വരട്ടെ എന്നതാണ് നിലപാടെന്ന് കണ്ണൂർ എംഎൽഎ ടി.ഒ. മോഹനൻ വ്യക്തമാക്കുന്നു. എന്തായാലും പാലത്തിന്റെ പ്രവൃത്തി ടെൻഡർ ചെയ്ത് ആരംഭിച്ച സ്ഥിതിക്ക് അത് പിന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥന്മാരും ആലോചിക്കേണ്ടത്. അത് ടെക്നിക്കലായിട്ട് പറയേണ്ട ഒരാളല്ല ഞാൻ. അപ്പോൾ അത് ബന്ധപ്പെട്ടവർ നോക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു. ഈ സമയത്തും അതിൻ്റെ ലാൻഡ് എക്വിസിഷൻ പൂർത്തിയായിട്ടില്ല. 57 സെന്റ് സ്ഥലം മാത്രമാണ് എക്വയർ ചെയ്തിട്ടുള്ളത്. 1 ഏക്കർ 21 സെന്റ് സ്ഥലം വേണം എന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ മേൽപ്പാലം നിർമ്മാണം പൂർണ്ണമായും അശാസ്ത്രീയമാണെന്നും സമാന്തര സംവിധാനങ്ങളില്ലാതെ മേലെ ചൊവ്വയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്നും എംഎൽഎ പറയുന്നു. കണ്ണൂർ നഗരത്തിൽ നിന്ന് പുതിയ ദേശീയപാതയിൽ പ്രവേശിക്കാൻ നിലവിൽ ചാലയിലാകും എൻട്രി എക്സിറ്റ് പോയിന്റുകൾ. ഇവിടേക്ക് വാഹനങ്ങൾ കടന്നു പോകേണ്ടത് മേലെ ചൊവ്വ വഴിയും. ചെറിയ ദൂരത്തിൽ മാത്രം മേൽപ്പാലം സ്ഥാപിച്ചതുകൊണ്ട് കുരുക്കഴിയില്ലെന്നാണ് പദ്ധതിയെ എതിർക്കുന്നവരുടെ വാദം. ഇതിനാൽ മുണ്ടയാട് നിന്ന് ആരംഭിക്കുന്ന സർവീസ് റോഡ് ദേശീയപാതയ്ക്ക് സമാന്തരമായി നിർമ്മിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇതിനുള്ള ഇടപെടൽ ആരംഭിച്ചതായി എംഎൽഎ അറിയിച്ചു. താഴെ ചൊവ്വ റെയിൽവേ ഗേറ്റ് വരെ മേൽപ്പാലം നീട്ടണമെന്ന ആവശ്യവുമുണ്ട്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ പാതി വഴിയിൽ നിലയ്ക്കുന്ന ചരിത്രം കൂടിയുണ്ട് മേലെ ചൊവ്വയ്ക്ക്. 10 വർഷം മുൻപ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചതായിരുന്നു ആദ്യ പദ്ധതി. ഡ്രൈവർമാർക്ക് സിഗ്നൽ ലൈറ്റുകൾ കാണാൻ പറ്റുന്നില്ലെന്ന പരാതി ഉയർന്നതോടെ ഉപേക്ഷിച്ചു. 3 വർഷത്തിനു ശേഷം ജംഗ്ഷൻ വീതി കൂട്ടി സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനുള്ള പദ്ധതി നടപ്പാക്കാൻ ശ്രമം തുടങ്ങി. ജംഗ്ഷന് മധ്യത്തിലായി ഉണ്ടായിരുന്ന കിണർ മൂടുകയും കൂറ്റൻ മരം മുറിച്ചു മാറ്റുകയും ചെയ്തു. തുടർന്ന് 3 റോഡിലും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും പ്രവർത്തിച്ചതായി ആരും കണ്ടിട്ടില്ല. ഒന്നിൽ പിഴച്ചത് 3ലും ശരിയാകാത്ത മേലെ ചൊവ്വയിൽ വീണ്ടും പിഴയ്ക്കുമോ? ജനം കുരുക്കിൽ തുടരുമോ? അതോ സുഗമമായ യാത്ര സാധ്യമാകുമോ? കൃത്യമായ ഉത്തരം ഇല്ലെന്നതാണ് നിലവിലെ സ്ഥിതി. ന്യൂസ് മലയാളം, കണ്ണൂർ.